ഇത് ഈ ലോകത്തുള്ള എല്ലാ ജീവികളും പ്രസവിക്കുമായിരുന്നു. ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ. പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം, ആ സ്ത്രീ അവളെ പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ചോടെ വെച്ചിട്ടുണ്ട്. പറഞ്ഞ മാതിരി സ്ത്രീകൾ പ്രസവിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടാണ്. അത് സിമ്പിളായ ഒരു പ്രോസസ്സിനെ ഡോക്ടർമാരാണ് അതിനെ ഇങ്ങനെ ആക്കിയത് എന്ന് പറഞ്ഞ മാതിരി വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രസവമല്ല. അപ്പൊ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറെ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറെ രക്ഷകർത്താക്കളെ ഇത് ഇങ്ങനെ പ്രഷർ കയറ്റി വെച്ച് അതോടുകൂടി ആദ്യ കയറി പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ തന്നെ എനിക്കെന്തോ മാരക രോഗമാണെന്ന് ഒരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് ഇതിനെ ഇങ്ങനെ പേടിപ്പിച്ച് 9 മാസം ഇതിന് സുഖപ്രസവം എന്ന് പറഞ്ഞാൽ സുഖമായി പ്രസവിക്കുക എന്നുള്ളതല്ല. സുഖപ്രസവം എന്ന് പറഞ്ഞാൽ കീറി മുറിക്കാതെ ഓപ്പറേഷൻ ചെയ്യാതെ പ്രസവിക്കുന്നതിന് സുഖപ്രസവം എന്ന് പറയും. എന്ന് വെച്ച് സുഖപ്രസവം എന്ന് പറഞ്ഞാൽ അങ്ങനെ സുഖമായി പ്രസവിക്കുക എന്നുള്ളതല്ല. അത് വേദനകളും എല്ലാം സഹിച്ചുകൊണ്ട് തന്നെ ഒരു സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നു. ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതിനോടൊപ്പം തന്നെ ഒരു സ്ത്രീ അമ്മയായി മാറുന്നതിനോടൊപ്പം തന്നെ ആ സ്ത്രീ പുതിയ ജന്മം കൂടി എടുക്കുകയാണ്. അതുകൊണ്ടാണ് സ്ത്രീകളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത്. ഒരു സ്ത്രീയുടെ പുനർജന്മമാണത്, അല്ലാതെ സുഖമായി അങ്ങ് പ്രസവിക്കുന്നതല്ല. പ്രസവിക്കാനും പറ്റാതെ സിസേറിയനുമായി ആകെ കോംപ്ലിക്കേറ്റഡ് ആക്കി വെക്കും. ഇത് പണ്ട് തൊട്ടേ നമ്മളിങ്ങനെ കൊച്ചു കാര്യങ്ങളിലൊക്കെ ഇത്രയും സുരക്ഷ കൊടുത്തു വരുന്നുണ്ട്. ഇവിടെ ശിശുമരണ നിരക്ക് നാച്ചുറലി കുറവായിരുന്നു. പക്ഷെ അട്ടപ്പാടിയിൽ ഈ അടുത്ത കാലത്ത് വരെ ഇതൊക്കെ ഉണ്ടായിരുന്നു.